അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1287. സൂറത്തു തൗബ 34-35 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, ക്രിസ്തീയ പണ്ഡിതന്മാരിലും ജൂതപുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്തുക്കളെ അനധികൃതമായ നിലക്ക് ഭക്ഷിക്കുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് അവരിൽ അധിക ആളുകളും. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുമൊക്കെ ശേഖരിച്ചു വെക്കുന്ന ആളുകൾ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നം എന്ന നരകത്തിൽ ആ സ്വർണം വെള്ളിയുടെ മേലിൽ ചുട്ടുപഴുപ്പിക്കപ്പെടുന്ന ദിവസം. ഫതുക്വാ ബിഹാ ജിബാഹുഹും, എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികൾ ചൂടുവെക്കപ്പെടും. വജുനൂബുഹും, അവരുടെ പാർശ്വങ്ങളും വളുഹൂറുഹും, അവരുടെ മുതുകുകളും ചൂടുവെക്കപ്പെടും. ആ ദിവസത്തിൽ ഉള്ള വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ഇത് നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശേഖരിച്ചു വെച്ചതായിരുന്നു എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ഫദൂഖു, അതുകൊണ്ട് നിങ്ങൾ രുചിച്ചു നോക്കുക. മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന നിധി എന്ന് അവരോട് പറയപ്പെടും. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾ ഇസ്ലാമേതര കക്ഷികളിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തെ പൂർത്തീകരിക്കുകയും അതിന്റെ ആശയങ്ങളെ സംസ്ഥാപിക്കുകയും ചെയ്യുന്ന ശൈലി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിന്റെ തുടർച്ചയായി ഈ പ്രകാശത്തിലേക്ക് വരുന്ന ജനങ്ങളെ പരമാവധി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അവരെ സത്യത്തിന്റെ സന്ദേശം അവർക്ക് അറിയിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് സത്യത്തെ മൂടിവെക്കാനും ജനങ്ങൾ അതിൽ നിന്ന് തടയാനും ശ്രമിച്ച ചില വിവരസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ നിലപാടുകളെ അല്ലാഹു തആല ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അല്ലാഹു സമ്പത്ത് നമുക്ക് നൽകിയാൽ ആ നൽകിയ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം സക്കാത്ത് എന്ന നിർബന്ധ ദാനമായി നൽകേണ്ടതുണ്ടെന്നും അത് നൽകാതെ കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചു വെച്ചാൽ പരലോകത്ത് കടുത്ത ശിക്ഷക്ക് അവർ അർഹരായി തീരുമെന്നുമുള്ള ശക്തമായ താക്കീത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 34-35 സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ഖാല സുദ്ദിയു യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ എന്ന് പറഞ്ഞില്ലേ. അഹ്ബാറും റുഹ്ബാനും തമ്മിൽ എന്താ വ്യത്യാസം? ഇമാം സുദ്ദി തങ്ങൾ പറഞ്ഞു, അൽ അഹ്ബാറു മിനൽ യഹൂദ്, അഹ്ബാർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരിൽപ്പെട്ട പണ്ഡിതന്മാരാണ്. വർ-റുഹ്ബാനു മിനൻ നസാറ, റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ നസാറാക്കളിൽപ്പെട്ട വിവരസ്ഥരുമാണ്. അങ്ങനെ ഫഇന്നൽ അഹ്ബാറ ഹും ഉലമാഉൽ യഹൂദി, യഹൂദികളിലുള്ള പണ്ഡിതന്മാർക്കാണ് അഹ്ബാർ എന്ന് പറയുന്നത്.
രണ്ടും പുരോഹിതന്മാരെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. ആ ആളുകളുടെ യഥാർത്ഥത്തിലുള്ള ബാധ്യത എന്തായിരുന്നു? ആ ആളുകളുടെ ബാധ്യത ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും സത്യത്തിലേക്ക് ജനങ്ങളെ എത്തിച്ച് അവർക്ക് ശരിയായ റൂട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ബാധ്യത. എന്നാൽ അവർക്കറിയാവുന്ന സത്യങ്ങൾ മൂടിവെക്കാനും അങ്ങനെ ആ സത്യം മൂടിവെക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന ചില ഭൗതികമായ നേട്ടങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനും അവർ ശ്രമിക്കുകയുണ്ടായി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അത്തരക്കാരായ ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് അനധികൃതമായി ഭക്ഷിക്കാൻ വേണ്ടിയുള്ള കുരുട്ടുവിദ്യകൾ കണ്ടെത്തുന്നവരാണ് എന്ന്. ഇത് റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ നസാറാക്കളിലുള്ള പുരോഹിതന്മാരാണ് എന്നത് ഒരു പക്ഷം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഉബ്ബാദുൻ നസാറ, ക്രിസ്ത്യാനികളിലുള്ള ആരാധന നിർവഹിക്കുന്ന, വലിയ വിവരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിലുള്ള വലിയ ആരാധനകളുമായി കഴിഞ്ഞുകൂടുന്ന ആൾക്കാർക്കാണ് റുഹ്ബാൻ എന്ന് പറയാ. അതേസമയത്ത് അവരുടെ പണ്ഡിതന്മാർക്ക് പറയുന്നത് ഖസീസീൻ എന്നാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ മറ്റൊരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവര് ജനങ്ങളുടെ സമ്പത്ത്, അവരിൽ മിക്കവരും യഹൂദികളിലും നസാറാക്കളിലും പെട്ട സമൂഹം ആദരിക്കുന്ന വിഭാഗം, അവർ മിക്ക ആളുകളും എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ സമ്പത്ത് അനധികൃതമായി തിന്നുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം? അൽ മഖ്സൂദു, ഈ സൂക്തം പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തഹദീറു മിൻ ഉലമാഇ സൂഇ വ ഉബ്ബാദിൽ ളലാൽ, ചീത്ത പണ്ഡിതന്മാരുടെയും അതേപോലെ വഴികേടിൽ ആയി ജീവിക്കുന്ന, ആരാധന നിർവഹിക്കുന്ന ആളുകളുടെയും നിലപാടുകൾക്കെതിരെയുള്ള ജാഗ്രതപ്പെടുത്തലാണ് ഇതിന്റെ ഉദ്ദേശം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, മൻ ഫസദ മിൻ ഉലമാഇന കാന ഫീഹി ശിബഹും മിനൽ യഹൂദ്. നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്നും ആരെങ്കിലുമൊക്കെ ചീത്ത സ്വഭാവം, അതായത് ചീത്ത പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ യഹൂദികളോടൊരു സാമ്യം അവർക്ക് വന്നുകൂടുന്നതാണ്. അതേപോലെ ഒമൻ ഫസദ മിൻ ഉബ്ബാദിന, നമ്മുടെ ഈ ഉമ്മത്തിലെ ആരാധനകളുമായി കഴിഞ്ഞുകൂടുന്നവരിൽ നിന്ന് ആർക്കെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ, അവർ കുഴപ്പക്കാരായാൽ കാന ഫീഹി ശിബഹും മിനൻ നസാറ, ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ഒരു ചായ്വും അവർക്കുണ്ടായിത്തീരുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫിൽ ഹദീസ് സഹീഹ്, സഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു, ലതർക്കബന്ന സനന മൻ കാന ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരും. മുമ്പുള്ളവരെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം യഹൂദി നസാറാക്കളാണോ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഫമൻ, അവരല്ലാതെ മറ്റാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, വൽ ഹാസിലു, ഈ പറയുന്നതിന്റെ ചുരുക്കം അത്തഹദീറു മിന തശബ്ബുഹി ബിഹിം ഫി അഹ്വാലിഹിം വ അഖ്വാലിഹിം, ജൂതപുരോഹിതന്മാർ, ക്രിസ്തീയ ആരാധ്യന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളോട് നമ്മൾ സാമ്യപ്പെടരുത് എന്നതിനെക്കുറിച്ച് ജാഗ്രതപ്പെടുത്താനും താക്കീത് നൽകാനുമാണ് അല്ലാഹു തആല ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ ദുസ്വഭാവമായി പറഞ്ഞെന്താ, യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്തിനെ അനധികൃതമായി തിന്നുന്നവർ എന്നാണ്. അതെങ്ങനെ അനധികൃതമായി തിന്നാൽ ഉണ്ടാവുന്നത്? വദാലിക അന്നഹും യഅ്കുലൂന ദുനിയാ ബിദ്ദീൻ, ദീന് വിറ്റുകൊണ്ട് ദുനിയാവിനെ അവർ തിന്നുന്നു. അഥവാ ദീനിന്റേതായിട്ടുള്ള ആശയങ്ങൾ ബലികഴിക്കുകയും എന്നിട്ട് ദുനിയാവിന്റെ നേട്ടങ്ങൾ താലോലിക്കുകയും ചെയ്യുന്ന സ്വഭാവം അവർ സ്വീകരിച്ചു. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ചില സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ചില അധികാരങ്ങളുണ്ടായിരുന്നു. ആ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ സമ്പത്ത് അവർ തിന്നുകയായിരുന്നു ചെയ്തിരുന്നത്. ജാഹിലിയ കാലത്ത് വിവരസ്ഥന്മാരാണെന്ന് പറയുന്ന ഇവരോട് വിവരമില്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായും ഒരു സിമ്പതിയും ഒരു താൽപര്യവും ഒക്കെ തോന്നുമല്ലോ. അങ്ങനെ തോന്നുമ്പോൾ അവരെ ആദരിച്ചും ബഹുമാനിച്ചും അവർക്ക് ധാരാളം ഹദിയകളും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവം സ്വീകരിക്കും. അങ്ങനെ ഈ പുരോഹിതന്മാർക്ക് ധാരാളം ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ സാധാരണ ജനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നത്. മദീനയിൽ റസൂലുള്ളാഹി വന്നപ്പോൾ അവർ ചിന്തിച്ചു, ഞങ്ങൾ ഈ വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നബി തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇത് ആ നബിയാണെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കാൻ വരൂല. അവരെല്ലാവരും ആരൊപ്പം കൂടും? റസൂലുള്ളാഹിന്റെ കൂടെ കൂടും.
അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഉഡായിപ്പുകളിൽ തന്നെ അവർ കഴിഞ്ഞുകൂടി. തമഅം മിൻഹും, അവർ ആഗ്രഹിച്ചു എന്ത്? അൻ തബ്ഖാലഹും തിൽക റിയാസാത്ത്, ഈ അധികാരസ്ഥാനങ്ങളെല്ലാം അവർക്ക് എന്നുമെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഫഅത്ഫഅഹല്ലാഹു ബിനൂരി നുബുവത്തി വസലബഹും ഇയ്യാഹ വഅബ്ബലഹും ബിദ്ദുല്ലത്തി വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഈ അധികാരസ്ഥാനങ്ങളും ഈ സ്വാധീനങ്ങളും ജനങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കാൻ ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നത് തന്നെയാണ് ശരിയെന്ന് അവർക്ക് തോന്നി. അവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അത്തരത്തിലുള്ള ശൈലികളുമായി മുന്നോട്ടു പോയി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തു? പ്രവാചകത്വത്തിന്റെ പ്രകാശം മുഖേന, അതിന്റെ സ്വാധീനം മുഖേന മദീനയിൽ അടിച്ചു വീശുന്ന ഒരു കാറ്റ്, കൊടുങ്കാറ്റ് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ സ്വാധീനം ജനമനസ്സിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അത് ജനമനസ്സിലേക്ക് ഒഴുകിയെത്തുമ്പോൾ സ്വാഭാവികമായും ഇവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്ന സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്കും വിശ്വാസത്തിന്റെ വിശുദ്ധി ഇരച്ചു കയറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഇത്രയും കാലം ഇവർ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ജനങ്ങളുടെ മനസ്സിൽ ഇവർക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെല്ലാം ഇടിഞ്ഞു തരിപ്പണമായി. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അധികാരസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ ജനമനസ്സിലുണ്ടായിരുന്ന സ്വാധീനത്തിനും പകരം നിന്ദ്യതയും സാധുത്തരവും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുകയും അല്ലാഹുവിന്റെ ദേഷ്യവും കോപവും അവരുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അത്തരമൊരവസ്ഥയിലേക്ക് അവർ തലകീഴായി മറിയേണ്ട ഗതികേടിലേക്ക് എത്തിച്ചതാണ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തെക്കൊണ്ട് ജനങ്ങളെ തടയുന്നു എന്നത്. അതായത് അനധികൃതമായി ജനങ്ങളിൽ നിന്ന് സമ്പത്ത് പറ്റുന്നു, തിന്നുന്നു എന്നതിന്റെ പുറമെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കൂടി അവർ ശ്രമിച്ചിരുന്നു. അതിനവർ ചെയ്ത പണി എന്താ? യുൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, അസത്യവും സത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി ഒരു സങ്കര ഇനത്തെ, ഒരു സന്ദേശത്തെ അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ യുദ്ഹിറൂന ലിമൻ ഇത്തബഅഹും മിനൽ ജഹലത്തി, വിവരമില്ലാത്ത കുറെ ആളുകൾ അവരെ പിന്തുടർന്നു കൊണ്ടുപോകുന്ന ഫോളോവേഴ്സിനെ അവരുടെ മുന്നിൽ അവർ പ്രകടമാക്കിയത് അന്നഹും യദ്ഊന ഇലൽ ഖൈരി, അവർ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നൊരു ചിത്രമായിരുന്നു ഇട്ടുകൊടുത്തത്. വാസ്തവത്തിൽ വലൈസൂക്കമായ സുഅമൂൻ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അവരവകാശപ്പെടുന്നത് പോലെ സത്യത്തിലേക്കോ നന്മയിലേക്കോ ആയിരുന്നില്ല അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ബൽഹും ദുആത്തുൻ ഇലന്നാർ വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ, അവർ നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ അവർ സഹായിക്കപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അവരെ വിശ്വസിച്ച് കൂടെ കൂടിയ ജനങ്ങളെ കുളത്തിലിറക്കുകയായിരുന്നു വാസ്തവത്തിൽ അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം ആ റസൂലുള്ളാഹിയുടെ എതിർചേരിയിൽ നിലയുറപ്പിക്കാൻ ഇവരുടെ ദുസ്വാധീനത്തിന് വഴങ്ങി ആരെങ്കിലും നിലനിന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരികയും അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മൂടിവെക്കുകയും അങ്ങനെ അവർ ചില സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ സൂക്തത്തിലെ പരാമർശം. ഈ പരാമർശം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഏതെങ്കിലും ഉലമാഇനോ അല്ലെങ്കിൽ സയ്യിദന്മാർക്കോ എന്തെങ്കിലുമൊക്കെ സമൂഹം നൽകുന്ന ഹദിയകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ ആദരിച്ച് ഇവർക്ക് സന്തോഷത്തോടെ വല്ലതും കൊടുക്കുന്നതിനെക്കുറിച്ച് ഈ ആയത്ത് അതിന്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ ചില സാധുക്കൾ നടത്താറുണ്ട്. വാസ്തവത്തിൽ അവര് ഈ പറഞ്ഞ ജൂതന്മാരുടെ അതേ സ്വഭാവം സ്വീകരിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും സത്യത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവരല്ല. അതുകൊണ്ടല്ല ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ എന്ന് പറഞ്ഞത്, അവരിൽ മിക്കവരുമെന്ന്. അപ്പൊ അവരിലും സത്യം കൃത്യമായി നിലനിർത്തിയ ആളുകളുണ്ട്, ആ സത്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞ ആളുകളുണ്ട്. അവർക്കും ആ ജനങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ചെയ്തു കൊടുത്ത സൗകര്യം പറ്റിയതൊരിക്കലും തന്നെ ജനങ്ങൾക്ക് അവർ അനധികൃതമായി നൽകിയതല്ല. അതുകൊണ്ട് തന്നെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ആദരവിന്റെ അടിസ്ഥാനത്തിൽ വല്ലതും ലഭിച്ചാൽ അതിനെതിരെ ആക്ഷേപിക്കുന്നത് അതൊരു തരം അസൂയയുടെ ശൈലിയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്ര ആളുകൾ ഹദിയകളുമായി വരാറുണ്ട്, സമ്മാനങ്ങളുമായി വരാറുണ്ട്. ആ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ പൈസ ഉണ്ടാകും ചിലപ്പോ, അതേപോലെ തന്നെ വസ്തുക്കൾ ഉണ്ടാകും ചിലപ്പോ, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകും ചിലപ്പോ. ആ ഹദിയകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? അപ്പൊ ഈ പറഞ്ഞതിന്റെ പരിധിയിൽ അള്ളാഹുവിന്റെ റസൂലിനെയും പെടുത്താനാണോ ഈ ധിക്കാരികളുടെ ശ്രമം?
എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ശൈലികൾ അത് ചിലരുടെ മനസ്സിൽ നേരത്തെ മൂടുറച്ചു പോയ ഒരു തരം വൈകൃതത്തിന്റെ ശൈലിയാണ് എന്നുകൂടി തിരിച്ചറിയുക. എന്നിട്ട് അള്ളാഹു മറ്റൊരു വിഷയം പറയുകയാണ് ഇവിടെ, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്ന ആളുകൾ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുകയും ചെയ്യുന്നില്ല. അഥവാ അള്ളാഹു നമുക്ക് നൽകുന്ന ധനത്തിൽ ചില ബാധ്യതകൾ നിർവഹിക്കാൻ അള്ളാഹു തആല നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശിക്കുന്ന ബാധ്യത നമ്മൾ അതിൽ നിന്ന് നിർവഹിക്കുന്നില്ലെങ്കിൽ ഫബശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് തങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. കണ്ടോ, ഇവിടെ ഇബ്നു കസീർ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞത് സമൂഹത്തിലെ രണ്ട് വിഭാഗം ആദരണീയരായിട്ടുള്ള ആളുകളെയാണ്. ഒന്ന് പണ്ഡിതന്മാർ, മറ്റൊന്ന് ആരാധനകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ധനികന്മാരായിട്ടുള്ള ആളുകൾ. അപ്പൊ ആ ധനികന്മാരായ ആളുകൾ ദരിദ്രന്മാരോട് അവർ പാലിക്കേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ആ പെരുമാറ്റച്ചട്ടങ്ങൾ അവർ പാലിക്കണം. പണ്ഡിതന്മാരായ ആളുകൾ പാമരന്മാരോട് പാലിക്കേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, അതവർ പാലിക്കണം. ആരാധനകളിൽ മുഴുകുന്നവർ അത്ര തന്നെ ആ രംഗത്ത് കേമന്മാരല്ലാത്തവരോട് പാലിക്കേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, അത് അവരും പാലിക്കണം. ഇത് പാലിക്കാതെ വന്നാൽ ഇവിടെ എന്തുണ്ടാകും? സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ നാശത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ദുരന്തം ഇവിടെ സംജാതമാകും. അത് വരാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇവിടെ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുകയും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അതിലേറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ഹുവൽ മാലുല്ലദീ ലാ തുഅദ്ദാ മിൻഹു സക്കാ, സക്കാത്ത് കൊടുത്തു വിട്ടാത്ത സമ്പത്താണ് ഇവിടെ ഉദ്ദേശം. സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്തിൽ ആ സക്കാത്തിന്റെ ബാധ്യത നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആക്ഷേപിക്കുന്നത്. ആ സക്കാത്തിന്റെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ശേഖരിച്ചു വെക്കുന്ന നിധിയെന്ന് ആക്ഷേപസ്വരത്തിൽ പറയില്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത് എന്നതുകൂടി ഇവിടെ പ്രത്യേകമായി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഈ ആയത്തിറങ്ങിയപ്പോ മഹാന്മാരായ സഹാബത്തിന് ഭയങ്കര വിഷമായി. കാരണം എന്താ, നമ്മളടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അല്പം സ്വർണ്ണവും വെള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പരലോകത്ത് അതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന് ബേജാറ് വന്നു പലർക്കും. അപ്പൊ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അതിന്റെ വസ്തുത എന്താന്ന് മുത്തനബിയോട് ഞാൻ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങൾ സഹാബത്തിന് ഓതിക്കൊടുത്ത ആ സൂക്തം അതവർക്കൊക്കെ വലിയ പ്രയാസമായി മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതായത് സ്വർണവും വെള്ളിയും ഇനി കൈകൊണ്ട് തൊട്ടുപോകരുത് എന്നറ്റ വരുമോന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലം യഫ്രിദ് സക്കാത്ത ഇല്ലാ ലിയതീമ ബിഹാ മാ ബഖിയ മിൻ അംവാലിക്കും. അല്ലാഹു തആല സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് ആ നിങ്ങളുടെ സമ്പത്തിലെ ബാക്കിയുള്ളതിന് ശുദ്ധി കൈവരാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശുദ്ധി കൈവരിക്കാൻ ആവശ്യമായത് ചെയ്യണം. അത് ചെയ്താൽ ബാക്കിയുള്ളത് പിന്നെ ആക്ഷേപാർഹമായ സമ്പത്തോ നിധിശേഖരമോ അല്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ തുടർന്ന് റസൂലുള്ള പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർഅ, എന്നാൽ ഒരു മനുഷ്യൻ സൂക്ഷിച്ചു വെക്കുന്ന നിധിശേഖരത്തിൽ ഏറ്റവും നല്ലതേതാണെന്ന് ഉമറേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതെ, ഏതാണത്? അൽ മർഅതു സ്സാലിഹത്തു, സജ്ജനയായ ഭാര്യ, അല്ലത്തി ഇദാ നളറ ഇലൈഹാ സർറത്തുഹു, ആ ഭാര്യയിലേക്ക് ഭർത്താവ് വന്ന് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. വൈദാ അമറഹാ അതാഅതുഹു, ഭർത്താവ് അവളോട് വല്ലതും കൽപ്പിച്ചാൽ അതിനവർ അനുസരിക്കും. വൈദാ ഗാബാൻഹാ ഹസ്ലത്തുഹു, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ സമ്പത്തും അവളുടെ ശരീരവും അരുതായ്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ളൊരു ഭാര്യ ഉണ്ടാവുക എന്നതാണ് ഒരു മനുഷ്യന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ധനമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, എന്നാണ് അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാവുക? ആ നിധിശേഖരത്തിന്റെ മേലിൽ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും മേലിൽ ജഹന്നം എന്ന നരകത്തിൽ വെച്ച് തീ കത്തിച്ച് പഴുപ്പിക്കപ്പെടുന്ന ദിവസം. എന്നിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും,
ആ തീ കത്തിച്ച് പഴുപ്പിച്ച ആ സ്വർണവും വെള്ളിയും കൊണ്ട് അവരുടെ നെറ്റികൾ ചൂടുവെക്കപ്പെടുമ്പോൾ ജുനൂബുഹും അവരുടെ പാർശ്വങ്ങളും ഭാഗങ്ങളും വലുഹൂറുഹും അവരുടെ മുതുകുകളുമൊക്കെ ചൂടുവെക്കപ്പെടും. അഥവാ അവിടെയൊക്കെ ഇത് കൊണ്ടുവന്ന് വെച്ച് പൊള്ളിക്കാനാവശ്യമായ സംവിധാനങ്ങൾ അല്ലാഹു ചെയ്യും. അത് വല്ലാത്ത ശിക്ഷയാണ്. ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വരും, ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ച നിധിയായിരുന്നു ജനങ്ങളെ, ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ആ നിധിശേഖരത്തിന്റെ രസം നിങ്ങൾ അനുഭവിക്കുക എന്ന്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് സമ്പത്ത് തന്നാൽ ആ സമ്പത്തിലുള്ള വിവിധ ഇനം ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുക എന്നത്. ആ ബാധ്യത കൃത്യമായി നിർവഹിക്കണം. എന്നാൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ധനങ്ങളുണ്ടാകും. ആ ധനങ്ങളിലും വേറെ നിലക്കുള്ള ബാധ്യത അല്ലാഹു വെച്ചിട്ടുണ്ട്. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം. അപ്പൊ ഈ സക്കാത്ത് കൊടുക്കേണ്ട നിശ്ചിത കാറ്റഗറിയിലുള്ള ധനത്തിൽ മാത്രമാണ്. എന്നാൽ അതല്ലാത്ത ധനത്തിലും നമുക്ക് ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ടാകും. സമൂഹത്തിൽ ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടതുണ്ടാകും. അത്തരം ബാധ്യതകൾ നിർവഹിക്കാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുന്നത് വലിയ നാശത്തിന് കാരണമാകുമെന്നത് ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് മഹാഭാഗ്യം നൽകി തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.